മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചെറിയ ഒരു ജീവിത സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒന്ന്, നമ്മളുടെ നിത്യജീവിതത്തിലെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ. മറ്റൊന്ന്, അതിനോട് ചേർന്ന് നമ്മുടെ ശരീര മാനസിക കാര്യങ്ങളും ചേർത്ത് അതൊന്ന് പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ശരിക്ക് എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒരു മാസം മുമ്പ് കുറേ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ബാറ്ററി പെട്ടെന്ന് തീരും, ചിലപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് പെട്ടെന്ന് തീർന്നതായിട്ട് അറിയിക്കും, ചിലപ്പോൾ ഓണാവില്ല, ചിലപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യും. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ മകനെ അറിയിച്ചു. എൻ്റെ മകൻ പറഞ്ഞു, അച്ഛൻ്റെ മൊബൈൽ ഫോണിന് പ്രോബ്ലം ഒന്നുമില്ല, ഏത് മൊബൈൽ ഫോൺ വാങ്ങിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അച്ഛനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് വീണ്ടും ഇട്ട് നോക്കാം, അല്ലെങ്കിൽ സിം കാർഡ് എടുത്ത് വീണ്ടും ഇട്ട് നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഞാനല്ല, അച്ഛനാണ്. എനിക്കത് വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഈ സെൽഫ് റെസ്പെക്ട് ഈസ് ദ ബെസ്റ്റ് റെസ്പെക്ട്, അവനവനെ ഒന്ന് എക്യൂപ്പ് ചെയ്യുക. അവൻ പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ബാറ്ററി എടുത്തിട്ട് ഒന്ന് പതുക്കെ തുടച്ചിട്ട് വീണ്ടും ഇട്ടു. ഒരു പ്രോബ്ലം ഇല്ല, പിന്നെ ഇന്ന് വരെ പ്രോബ്ലം വന്നിട്ടില്ല. അതുപോലെ സിം കാർഡിന് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഒന്ന് എടുത്ത് വീണ്ടും ഒന്നിട്ട് നോക്കും, ആ പ്രോബ്ലം തീർന്നു. ഫാൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം സ്വിച്ച് ഓൺ ചെയ്തു, ഫാൻ നോർമലാണ്. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ട്, ഒരു പ്രത്യേക രീതിയിൽ അത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ട് നോക്കി, സ്കൂട്ടർ പെർഫെക്റ്റ്. ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് എല്ലാം ശരിയാക്കാൻ സാധിക്കുന്നു. ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് ഉണ്ടാകുന്ന ഓരോ പ്രോബ്ലം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴോ അപ്ലോഡ് ചെയ്യുമ്പോഴോ അപ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം, SMS അയക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം, 10,000-60,000 പേർക്ക് ഇമെയിൽ അയക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം, നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓൺ ആവുന്നില്ല, ചിലപ്പോൾ റീബൂട്ട് ചെയ്യേണ്ടി വരുന്നു, അപ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം. പിന്നെ ചിലപ്പോൾ കിണറ്റിലെ മോട്ടോർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഓൺ ആവുന്നില്ല, അപ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലം. ചിലപ്പോൾ ഈ ഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന പൈപ്പ്, ടാപ്പ്, അത് ചിലപ്പോൾ വിട്ടുപോകുന്നു, അപ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം. ഇതിലെ ഓരോ പ്രോബ്ലവും എണ്ണി ഞാൻ വിശകലനം ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ ചിലപ്പോൾ ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ 20 സെക്കൻഡോ കൊണ്ട് ആ പ്രോബ്ലം മുഴുവനും സോൾവ് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു, യഥാർത്ഥത്തിൽ ലീ ഷാറ്റലിയർ പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിള് കെമിസ്ട്രി പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട്. വെനെവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ്, സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നള്ളിഫൈഡ്. ആ സിസ്റ്റം തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി. ഒന്ന് ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് വീണ്ടും ഒന്ന് കീ ഇട്ട് നോക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഗമ്മിട്ട് നോക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഒന്ന് എല്ലാത്തിലും കുറ്റവും കുറവും പ്രശ്നങ്ങളും അതിനെ വിമർശിക്കാനുള്ള വഴികളും, അല്ലെങ്കിൽ അതൊക്കെ കുഴപ്പമാണെന്ന് ധരിക്കാനുള്ള കുറേ അവസരങ്ങളും സ്വയം ഉണ്ടാക്കുന്നതിന് പകരം അതിലെ ഓരോന്നും സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം.
നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കാര്യമാണ്. ഈ വേദമന്ത്രങ്ങള് മലയാളത്തിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത വലിയൊരു പുസ്തകമായിരുന്നു യജുർവേദം മുഴുവന്. എൻ്റെ കൂട്ടത്തിലുള്ള വിജയ എന്ന് പറയുന്ന അസിസ്റ്റന്റ് അവര് കുറേ ശ്രമിച്ചു നോക്കി. ഒരു ഹിന്ദി നല്ലോണം അറിയാമെങ്കിലും സംസ്കൃതത്തിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് കുറേ നോക്കി. അപ്പൊ അവര് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ തെറ്റ് വരുമ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെടുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അവർ 5 അക്ഷരത്തിലാണ് അവർ തെറ്റുവരുത്തുന്നത്. ആ 5 അക്ഷരവും ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവരെ പഠിപ്പിച്ചു. സംസ്കൃതവും ഹിന്ദിയും തമ്മിൽ വ്യത്യാസം, ഈ 5 അക്ഷരത്തിൽ വ്യത്യാസമുണ്ട്, അത് അവരെ പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഏതെങ്കിലും വിധത്തിൽ ദ്യ ഘ ധ ഇതിൽ വ്യത്യാസം വരികയാണെങ്കിൽ ചുവട്ടിലൊരു വര വെറുതെ എഴുതി പോകുമ്പോഴത്തേക്കാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ എനിക്ക് അത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുമല്ലോ. പിന്നെ അവരെ എന്നെ ഹെൽപ്പ് ചെയ്തത്, ഒരു പ്രശ്നമില്ല അവർക്ക്. അപ്പോ ഏത് കാര്യം അവരോട് ചെയ്യണം, എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരോട് ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ മറന്നുപോകും. പിന്നെ എനിക്ക് തോന്നി അവരോട് പറയുന്നതിന് പകരം അവർ ചെയ്യാനുള്ളതൊക്കെ എഴുതി വെച്ച് ടേബിളിൽ വെച്ചേക്കാം. എന്നെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യങ്ങളും കൂടി അവരെ ടേബിളിൽ എഴുതി വെച്ചേക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നു. ബാങ്കിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ബാങ്കിൽ പോയി ചെയ്യേണ്ടത് എന്നുള്ളത് അവരോട് എഴുതി വെച്ചിട്ട് എന്നോട് തരാൻ പറയാം. വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇമെയിൽ അയക്കാനുള്ള കാര്യങ്ങളിൽ അയച്ച് കഴിഞ്ഞതും അയക്കാനുള്ളതും എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വെച്ചേക്കാൻ പറയാം. അത് അവർ ചെയ്യുന്നു. 100 കണക്കിന് മൊബൈൽ നമ്പറുകൾ SMS അയക്കാൻ വേണ്ടിയിട്ട് എൻട്രി ചെയ്യുമ്പോൾ അവർ സേവ് ചെയ്യുമ്പോൾ തെറ്റുന്നു. ഒരു 5 പ്രാവശ്യം സേവ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തു. ആ പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പൊ ശരിക്ക് ഞാൻ എൻ്റെ മുമ്പിലുള്ളവരോട് ഒരു ചെറിയ പോയിന്റാണ്, ഇത് വലിയ സീരിയസ് പോയിന്റ് ഒന്നുമല്ല. നമ്മളുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് മുഴുവനും കറക്റ്റ് ചെയ്യാൻ പറ്റും. ബൾബ് കത്തണില്ല, ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് സീഫൽ ലാമ്പ് വഴി മറ്റേ ലാമ്പ് തന്നിരുന്നു, ആ ലാമ്പ് ഒരു 15 ദിവസമായിട്ട് കത്തണില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ബോർഡുകാർ തന്നിരിക്കുന്ന ആ ബൾബ് കത്തണില്ല, പറ്റിക്കലാണെന്ന് പറഞ്ഞു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാ ദിവസവും 5-6 പ്രാവശ്യം ഓൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. 2ാമത്തെ ദിവസം ഓൺ ചെയ്തപ്പോഴത്തേക്കും കത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, 6 മാസമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ കത്തുന്നുണ്ട്. ട്യൂബ് ലൈറ്റിന് പ്രോബ്ലം വരുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അത് കത്തുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ കുറ്റം ആരോപിക്കുന്നതിന് പകരം അതിനെ കത്തുന്ന ലെവലിലേക്ക് ആക്കാൻ പറ്റുമോ എന്നൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി കാര്യങ്ങൾ, ഗ്യാസ് കുറേശ്ശെ ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ട്യൂബ് കട്ട് ചെയ്തതിന് ശേഷം റീഫിക്സ് ചെയ്തു, അത് തീർന്നു. കത്തുമ്പോൾ കെടുന്നു, അപ്പോൾ വീണ്ടും അകത്തേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഇപ്പോൾ ആരും വരണ്ട, നന്നായിട്ട് ഇതാവുന്നുണ്ട്. ടാപ്പ് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പതുക്കെ ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്തു, ഇപ്പോൾ 6 മാസമായിട്ട് അതിൽ ലീക്ക് ചെയ്യണില്ല. ഇങ്ങനെ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം വെൻ ഗെറ്റ് ഡിസ്റ്റർബ്ഡ് നമ്മൾ പതുക്കെ ഒന്ന് എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, ഒന്ന് ടൈറ്റ് ചെയ്യുക, ഒന്ന് ലൂസ് ചെയ്യുക, ഒന്ന് റീ സ്വിച്ച് ചെയ്യുക ചെയ്താൽ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നള്ളിഫൈഡ്. ഇത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ ഇതിനോട് ചേർത്ത് വേറൊരു കാര്യം കൂടി പറയാനാണ് ഇത്രയും പറഞ്ഞത്. നമ്മളുടെ ശരീരത്തിൽ നമുക്ക് വയറുവേദനിക്കുന്നു, ഉടനെ ഡോക്ടറെ അടുത്ത് പോകാം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അതിനുള്ള മരുന്ന് കഴിക്കുന്നതിന് പകരം കുറച്ച് മോരെടുത്ത് അതിൽ കായം കലക്കി ഒന്ന് കുടിച്ചു നോക്കുക, ഇത്തിരി ഉപ്പിട്ട്. തീർച്ചയായിട്ടും ഒരു കെമിക്കൽ അടിച്ചു വയറ്റി കയറ്റുന്നതിന് പകരം ഈ കായം സൾഫർ കണ്ടന്റ് ഉള്ളതാണ് കായം. നമ്മുടെ വയറുവേദന മാറാതിരിക്കില്ല. തലവേദനയുണ്ട്, നമ്മളൊരു കുറച്ച് നേരം പാട്ട് കേൾക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്യുകയോ വിഷയങ്ങൾ മാറ്റി വർക്ക് ചെയ്യുകയോ ചെയ്യാം, മിക്കവാറും തലവേദന തന്നെ പോകും. നമുക്ക് ശരിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മുട്ടുവേദനയുണ്ട്, ആ മുട്ടുവേദന ശ്രദ്ധിക്കാതെ തന്നെത്താനെ വർക്കിൽ ഇൻവോൾവ് ചെയ്ത് നോക്കാം. കുറച്ച് കഴിയുമ്പോൾ ആ മുട്ടുവേദന തന്നെത്താനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഇത്തിരി പനിയുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് തുളസിയോ കൊത്തമല്ലിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെള്ളം തിളപ്പിച്ച് ഒന്ന് കുടിച്ചു നോക്കാം. ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ഇഞ്ചി അരച്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചിയുടെ പീസ് കഴിച്ചു നോക്കാം. പണ്ടത്തെ കാലത്ത് തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ ഉള്ളി, അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് ഒരു ഉള്ളി എടുത്ത് ഒരു പിടി ചുമന്ന തുളസിയിൽ ക്ലീനായിട്ട് ഒരു അമ്മിക്കല്ലിൽ നല്ലവണ്ണം ചതച്ച് തുണിയിൽ കെട്ടി 1 തുള്ളി കണ്ണിലേക്ക്, 2 തുള്ളി കണ്ണിലേക്ക്, 2 തുള്ളി കണ്ണിലേക്ക്
ശരിക്കും ചുമന്ന ഉള്ളി കണ്ണിലേക്ക് ഒഴിക്കുമ്പോൾ ആ നീറ്റൽ എന്താ? പക്ഷെ ആ നീറ്റൽ അത് കഴിയുന്നതോടുകൂടി തലവേദന മാറും. അതിലൊരു സൾഫ്യൂറസ് ആസിഡാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളിയിലുള്ളത്. എന്ത് സിമ്പിൾ ടെക്നിക്കാണെന്ന് നോക്കുക. നമുക്ക് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയോ അല്ലെങ്കിൽ ചുക്കോ ഏതെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുള്ള ധാരണ വെച്ചുകൊണ്ട് ജീവിക്കാതിരിക്കാം. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. കോൾഡ് ഉണ്ടാവും. ശരിക്ക് ആ കോൾഡ് ഉള്ളപ്പോൾ ഒന്ന് കുളിച്ചു നോക്കാം. കുറച്ച് കഴിയുമ്പോൾ ഉഷ്ണേന ശാന്തി. ആ ചൂടിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചൂട് കൊണ്ട് തന്നെ അത് പരിഹരിക്കാം. ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക് എന്ന് പറഞ്ഞ കെമിസ്ട്രിയിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വളരെ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുള്ള ധാരണ മാറ്റാം. സമയം പോരാ, എനിക്ക് എത്ര വർക്കുണ്ട് ഒന്ന് എഴുതി വെച്ചിട്ട് ഓരോ വർക്കും ടിക്ക് മാർക്ക് ചെയ്ത് നോക്കാം. ഓരോ പ്രോബ്ലവും ഞാനിങ്ങനെ എഴുതി വെക്കാറുണ്ട്. ശരിക്കും നോക്കിയാൽ എത്ര സ്പീച്ചസ് കൊടുക്കാനും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 14,000 പോയിന്റുകൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അപ്പം തന്നെ ടിക്ക് ചെയ്യും. അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാനസികമായിട്ട് ടെൻഷൻ കുറയ്ക്കും. ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വഴിപാട് മാതിരി ഭക്ഷണം കഴിക്കാതിരിക്കാം. ഒരു 15-20 മിനിറ്റ് ആ ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തമാശയും പറഞ്ഞ് ജോളിയായിട്ട് ഭക്ഷണം കഴിക്കാം. അതൊരു വഴിപാടാക്കാതിരിക്കാം. അതിലെ ഓരോ ഐറ്റവും ആസ്വദിച്ച് കഴിക്കാം. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉണ്ട്. ശരിക്കും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മളുടെ അകത്തേക്ക് പോകുന്ന ഉപ്പ് അതിനെ കൺട്രോൾ ചെയ്യാൻ നല്ല സംവിധാനമുണ്ട്. അതിനെ അകത്തേക്ക് ഉപ്പ് പോകുന്നത് തടയുന്നതിന് പകരം ഉപ്പ് കുറയ്ക്കുക നല്ലത് തന്നെയാണ്. അകത്തേക്ക് ഉപ്പ് പോകുന്നത് കുറച്ച് ഒരു ടേസ്റ്റും ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിന് പകരം രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ചിട്ടോ അല്ലാതെയോ കുളി കഴിഞ്ഞിട്ടോ പ്രാർത്ഥന കഴിഞ്ഞിട്ടോ ശരിക്കും 2, 3, 4 ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കാം. എത്ര ഉപ്പ് അകത്തേക്ക് പോയോ അതിന്റെ 90% ഉപ്പ് മൂത്രത്തിൽ കൂടെ പുറത്തേക്ക് പോകും. അപ്പൊ ഈ അകത്തേക്ക് പോകുന്നതിനെ നിയന്ത്രിക്കുന്ന പോലെ അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ബ്ലഡ് തിക്കാവുമ്പോൾ ഫാനിന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ വിയർപ്പിലൂടെ ബ്ലഡിലുള്ള വെള്ളം പോകുമ്പോൾ ഈ 6 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 ഗ്ലാസ് വെള്ളം ശരീരം നിലനിർത്തും. 2 ഗ്ലാസ് വെള്ളം മൂത്രമായിട്ട് പോകുള്ളൂ. അപ്പം 4 ഗ്ലാസ് വെള്ളം നമ്മുടെ ശരീരത്തിൽ കൊടുക്കുമ്പോൾ ബ്ലഡ് തിക്കാവില്ല. ഹാർട്ടിന് പോലും ഭാരം ഉണ്ടാവില്ല. അത്ര സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓവറായിട്ട് ഉപ്പ് ഒഴിവാക്കുക, ഓവറായിട്ടുള്ള എരിവ് ഒഴിവാക്കുക, ഓവറായിട്ടുള്ള എണ്ണ ഒഴിവാക്കുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഡോക്ടർമാർ പറയുന്നത് അനുസരിച്ചിട്ട് ഫാറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളും ഫാറ്റ് കഴിക്കാത്ത അവസ്ഥയാവുന്നു. പ്രായമാവുമ്പോൾ 45 ഗ്രാം ഫാറ്റ് നമുക്ക് വേണം. സൺഫ്ലവർ ഓയിലോ സോയാബീൻ ഓയിലോ ഇതൊക്കെ നല്ലതാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ പ്രോബ്ലമാണ്. ഒരു സസ്യാഹാരത്തിലും കൊളസ്ട്രോൾ ഇല്ല. വെറുതെ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാർ പഠിപ്പിച്ചത് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഈ വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇന്നലെ എൻ്റെ സ്പീച്ചിൽ പറയേണ്ടത് മിഡ് വേ ഉണ്ട്. കൊഴുപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, എണ്ണ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, അത് വേണ്ട. എണ്ണ നല്ലോണം കഴിക്കുക, അതും വേണ്ട. ഇടത്തരം വേണ്ട, നടുക്കുള്ള വഴി. ഉപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഉപ്പ് നല്ലോണം കഴിക്കുക. ഇതിനിടയ്ക്കുള്ള ഒരു വഴിയുണ്ട്. ആവശ്യത്തിന് നല്ല രീതിയിൽ ഉപ്പ് കഴിക്കാം, കുറച്ച് പിക്കിള് കഴിക്കാം, 1-2 പപ്പടം കഴിക്കാം, ആവശ്യത്തിന് പഞ്ചസാര ഇടുക, കൂടുതൽ പഞ്ചസാര ചായക്ക് ഒഴിവാക്കാം. അങ്ങനെ ചായ സ്ട്രോങ് ആക്കുകയും കാപ്പി സ്ട്രോങ് ആക്കുകയും ചെയ്യാതെ കുറച്ച് ലൈറ്റാക്കിയ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും. എത്ര രസകരമായിട്ട് നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ്. വളരെ ശക്തമായിട്ടുള്ള ഗ്യാസ് ഉണ്ടായിരുന്നു എനിക്ക്. എനിക്ക് വലിയ ഗ്യാസ് ഒന്നുമില്ല. പക്ഷേ വല്ല മാസത്തിലൊരിക്കലോ 2-3 മാസം കൂടുമ്പോഴോ വരുമ്പോൾ ഒരു ചെറിയ ടാബ്ലറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ടാബ്ലറ്റ് കഴിക്കില്ല എന്നൊന്നുമില്ല. ആ ടാബ്ലറ്റ് കഴിക്കുമ്പോഴത്തേക്കും ആ ഗ്യാസ് മാറും. അപ്പോൾ അത് ഒരു 2-3 മാസത്തിലൊരിക്കലേ വേണ്ടു. ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടെങ്കിൽ ഞാൻ വിഷയം മാറ്റും. അത് പിന്നെ എന്നെ ബാധിക്കാറേയില്ല. എന്നാൽ നിവൃത്തിയില്ല, തലവേദന ഉണ്ടെങ്കിൽ ഒരു വർക്കും ചെയ്യാൻ പറ്റണില്ല എന്ന് ചിലപ്പോൾ വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ തോന്നുകയാണെങ്കിൽ അപ്പോൾ ഡോളോ കഴിക്കാൻ അല്ലെങ്കിൽ ഡാർട്ട് കഴിക്കാൻ എനിക്ക് വിഷമമില്ല. എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ പറയാറുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഈ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ഇമ്പോസ് ചെയ്ത് നമ്മളുടെ സിസ്റ്റത്തിനെ പലതരത്തിലുള്ള ഡോക്ടർമാർ പല രീതിയിലാണ് പലതും പറയുന്നത്. പക്ഷെ ധന്യമായിട്ടുള്ള ജീവിതം മുഴുവനും ഇല്ലാതെയാവുന്നത് പലപ്പോഴും ഈ വേണ്ടാത്ത റെസ്ട്രിക്ഷൻ പറയുമ്പോഴാണ്. ഞാൻ എന്നും പറയാറുണ്ട്, ഏത് കെമിക്കൽ മരുന്ന് അകത്തേക്ക് പോകുമ്പോഴും
അത് പോയിസണസ് ആണെന്നുള്ളത് മറക്കരുത്. എത്ര നല്ല മരുന്നാണെങ്കിലും ശരി, എത്ര ഇഫക്റ്റീവ് മരുന്നാണെങ്കിലും ശരി, അത് അകത്തേക്ക് പോകുമ്പോൾ അതൊരു കെമിക്കലാണ്, അത് ശരീരത്തിന് ഡേഞ്ചറസ് ആണ്. പിന്നെ എന്തിനാ മരുന്ന് തരുന്നത്? ലെസ് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം ഉപയോഗിച്ച് മോർ ഡേഞ്ചറസ് ആയിട്ടുള്ളതിനെ നമ്മൾ തടയുന്നു. അതിനു വേണ്ടിയിട്ടാണ് മരുന്ന് കഴിക്കുന്നത്. ലെസ് ഡേഞ്ചറസ്, ലെസ് പോയിസണസ്, ലെസ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യത്തെ ഉപയോഗിച്ച് മോർ ഡേഞ്ചറസ്, മോർ പോയിസണസ്, മോർ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതിനെ നിയന്ത്രിക്കുന്നു. ഈ ലെസ് ഡേഞ്ചറസ് ആയിട്ടുള്ളത് നിരന്തരം കഴിച്ചാൽ അതും മോർ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നിർബന്ധമായും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു, എൻ്റെ കുടുംബാംഗങ്ങളായ നിങ്ങൾ, എൻ്റെ വൈഫിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 4 സെറ്റ് മരുന്നാണ് ഈ ഡോക്ടർ ജോൺ പണിക്കർ എഴുതുന്നത്. ഒരെണ്ണം പോലും കഴിച്ചില്ല. കാരണം അത് കഴിക്കേണ്ട ആവശ്യം അവൾക്കില്ല. വെറുതെ ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗ്. ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗ് എന്തിനാ കഴിക്കുന്നത്? കൂടുതൽ തുമ്മൽ വന്നാലല്ലേ? തുമ്മലേ വന്നിട്ടില്ല. പക്ഷെ അന്ധമായിട്ട് കഴിച്ചിരുന്നെങ്കിൽ ആന്റി ഹിസ്റ്റമിനിക് ഡ്രഗ് മുഴുവൻ അകത്തേക്ക് പോകും. കുറെ വിറ്റമിൻസ്, അത് ആന്റിബയോട്ടിക് കഴിച്ചാൽ പോരെ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെയ്യാം. പക്ഷെ ഈ മരുന്നുകൾ ഏതിനൊക്കെയാണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. എണ്ണി പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പറയാൻ പറ്റില്ല. പറഞ്ഞേ പറ്റൂ പറഞ്ഞു. അത് പറഞ്ഞേ പറ്റൂ. അപ്പൊ അദ്ദേഹം 1 മിനിറ്റ് കൊണ്ട് അതെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അന്വേഷിച്ചു. എന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു. ഒരു മരുന്നും കഴിക്കേണ്ടി വന്നില്ല. പെർഫെക്റ്റ്ലി ആ വിഷയത്തില് എൻ്റെ വൈഫ് ഓൾറൈറ്റ് ആയിട്ട്. ഞാനിത് പറഞ്ഞു, നിങ്ങൾ മരുന്ന് കഴിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ആ മരുന്ന് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അപ്പോൾ ചില മരുന്നുകൾ, ചില ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ ശരിക്ക് അനാൽജസിക്ക് 14 എണ്ണം തരും രാവിലെ വൈകുന്നേരം കഴിക്കാൻ. വേദന ഉണ്ടെങ്കിൽ കഴിക്കാനുള്ളതാണ് ഈ 14 എണ്ണം തരുന്നത്. വേദന ഉണ്ടെങ്കിൽ കഴിച്ചാൽ പോരെ. എന്തിനാ ഈ 14 എണ്ണം മേടിക്കുന്നത്? 1 or 2 മേടിക്കാം. വേദന ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1 or 2 കൂടി മേടിക്കാം. ഒരു കാരണവശാലും ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്രയും അധികം മരുന്ന് എഴുതി തരുന്ന ഡോക്ടർമാരുടെ മരുന്നുകളാണ്. അത് മുഴുവനും കെമിക്കലാണ്. നല്ലോണം അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? ഡോക്ടർമാരിലേക്ക് എത്താൻ വേണ്ടി അല്ല പറഞ്ഞത്. നമ്മളുടെ സിസ്റ്റത്തിന് കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻഡസ്റ്റൈൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലിവറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹാർട്ടിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബ്രെയിനിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബ്ലഡ് സർക്കുലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മളുടെ ചെറിയ ചെറിയ മെത്തേഡ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അതായത് കൊത്തമല്ലി വെള്ളം കഴിക്കുക, അല്ലെങ്കിൽ തുളസിയിട്ട വെള്ളം കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചുക്കിൻ്റെ കഷ്ണം കഴിക്കുക, ഒരു ഇഞ്ചിയുടെ കഷ്ണം കഴിക്കുക, അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കുറയ്ക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, കുറച്ച് എരിവ് കുറയ്ക്കുക, അതിന് പകരം കുരുമുളക് ഇടാൻ പറ്റുമോ നോക്കുക. കാരണം ചുവന്ന മുളക് ക്യാപ്സൈസിനാണ്, കുരുമുളക് പൈപ്പറിനാണ്. പൈപ്പറിന് അത്രയും ഡേഞ്ചറസ് അല്ല. കുരുമുളകിൻ്റെ നല്ല മുളക് എന്ന പേര് വരാൻ തന്നെ കാരണം മറ്റേത് ചീത്ത മുളക് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്ത് നല്ല രീതിയിൽ ഈ വരി ഓർമ്മിക്കുക. നമ്മളുടെ ശരീരത്തിലായാലും മൊബൈൽ ഫോണിലായാലും സ്കൂട്ടറിലായാലും കാറിലായാലും നമ്മുടെ ചുറ്റുപാടുള്ളതിലായാലും നമ്മുടെ ട്യൂബ് ലൈറ്റ് ആയാലും കമ്പ്യൂട്ടർ ആയാലും നമ്മുടെ ലാപ്ടോപ്പ് ആയാലും എല്ലാത്തിനും തന്നെത്താൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് കുറച്ച് സമയവും 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാത്തിനും പ്രോബ്ലം വെച്ചുകൊണ്ട് നേരെ പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കാം. അതേപോലെ അപേക്ഷിക്കുന്നു. എൻ്റെ മകന് അവൻ്റെ ലാപ്ടോപ്പിൻ്റെ ചില്ല് പോയി. അപ്പോൾ ഡെൽ കമ്പ്യൂട്ടറിൻ്റെ ഏജൻസി പോയപ്പോൾ 12,000 രൂപയാവുമെന്ന് പറഞ്ഞു. നേരെ തകരപ്പറമ്പ് റോഡിൽ ചെന്നിട്ട് നല്ല ഒരു ഇലക്ട്രോണിക് കടയിൽ ചെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഡെൽ കമ്പ്യൂട്ടറിൻ്റെ ഏജൻസിയിൽ പോയാൽ 12,000 രൂപ ചോദിക്കും. ഇവിടെ ഞങ്ങൾ 1 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി ചെയ്തു തരാം, 2,500 രൂപയാവുള്ളൂ. 1 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി. അവൻ 2,500 രൂപ കൊടുത്തിട്ട് ആ 1 വർഷത്തെ ഗ്യാരണ്ടിയുള്ള അത് ചെയ്തു. ഇപ്പൊ 6 വർഷമായി, 5 വർഷമായി, ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ചില കമ്പനിയിൽ ചെന്നിട്ട് ഏജന്റിന്റെ അടുത്ത് നിന്ന് ഇതൊക്കെ വാങ്ങിച്ചാലേ ശരിയാവുള്ളൂ എന്ന ധാരണ 100% തെറ്റ്. ഇൻഡസ് മോട്ടോഴ്സിൽ ചെന്നിട്ടാണ് എൻ്റെ ആൾട്ടോ കാറ്, സ്വന്തം ആൾട്ടോ കാറ് ഞാൻ റിപ്പയർ ചെയ്തിരുന്നത്. പിന്നീട് മനസ്സിലായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിനകത്ത് തറക്കേടില്ലാത്ത ഈ മാരുതി കാർ റിപ്പയർ ചെയ്യുന്ന ആളുണ്ട്. അവിടെ കൊടുത്തതിന് ശേഷം 3 വർഷമായി, ഒരു പ്രോബ്ലം ഇല്ല. സർവീസ് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇൻഡസ്ട്രിയിൽ എപ്പോഴെല്ലാം കയറ്റുന്നോ 7,000, 8,000, 9,000 രൂപയുടെ ബില്ലാണ് വരിക. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം സർവീസിന് കയറ്റിയാലും അത് പോയിട്ടുണ്ട്, ഇത് പോയിട്ടുണ്ട്, ഇത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഷോക്കായിരുന്നു. ഇത്രയും കാലമായിട്ട് വെറുതെ വേണ്ടാത്തത് കൊടുത്തില്ല. 3 വർഷമായിട്ട്
സർവീസ് അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്കോർപിയോ വണ്ടി TVS-ലാണ് കൊടുക്കാം, നീറവൻകരയിൽ. അവിടെ ചെന്നാൽ സാറേ അതിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം ഉണ്ട്, ഇത് മാറ്റിയേ പറ്റും, വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു 18,000 രൂപയാവും. ഞാൻ പറയും ചാരിറ്റബിൾ ട്രസ്റ്റാണ്, എന്തെങ്കിലും കുറയ്ക്കണം. അവസാനം ബില്ല് വരുമ്പോൾ 18,000 പറഞ്ഞിട്ടുണ്ട്, 17,600 ബില്ല് വരും. ഒരു 400 രൂപ കുറച്ചിട്ട് ബില്ല് വരും. ഇത് കഴിഞ്ഞ് നേരെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ TVS-ൽ നിന്ന് തന്നെ റിട്ടയർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വണ്ടി കൊടുത്തപ്പോൾ ഒരു വർഷത്തിൽ അതിന് സർവീസ് ചാർജ് ആയിട്ട് ഒരു 3,000 രൂപ 4,000 രൂപയല്ലാതെ ചിലപ്പോൾ സ്പെയർ പാർട്സ് മാറ്റേണ്ടി വരും. അത് മാറ്റിയല്ലാണ്ട് വേറെ ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഞാൻ തൊഴുകൈയോടെ നിങ്ങളോട് പറയുന്നു, ആധികാരികമായിട്ട് സർവീസ് നടത്തുന്നു എന്ന് പറയുന്ന കമ്പനികൾ, അത് വാച്ച് കമ്പനി ആയാലും ക്യാമറ കമ്പനി ആയാലും ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും ആൾട്ടോ കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കാറായാലും നിങ്ങളുടെ വാഹനമായാലും ശരി, ആധികാരികമെന്ന് പറഞ്ഞ് 10,000 രൂപ നിങ്ങളെ പറ്റിക്കുന്ന അവരുടെ അടുത്ത് പോകുന്നതിന് പകരം അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക. നല്ല ആൾക്കാർ TVS, നല്ല ആൾക്കാർ സ്കോർപിയോ റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ MW റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാം. LBS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ മുറിയിലും മൈക്ക് സെറ്റ് വെക്കാൻ കൊട്ടേഷൻ വിളിച്ചപ്പോൾ 6 ലക്ഷമാണ്. നേരെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഈ വർക്കിലുണ്ടോ എന്ന് അന്വേഷിച്ച് എടുത്തപ്പോഴത്തേക്കും 1.4 ലക്ഷത്തിന് ചെയ്തു തരാൻ ആളുണ്ട്. ഇത്ര ഭംഗിയുടെ 6 ലക്ഷം എവിടെ കിടക്കുന്നു, 1.4 ലക്ഷം എവിടെ കിടക്കുന്നു? എല്ലാ മുറിയിലും മൈക്ക് സെറ്റ് വെക്കാനായിട്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഈ ആധികാരികമെന്ന് ധരിപ്പിക്കുന്ന വിധത്തിലുള്ളവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്ന് മുഴുവനും അന്ധമായിട്ട് വിശ്വസിക്കല്ലേ. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. The system will adjust itself in such a way that effect of the disturbance will be nullified എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.